السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ തളങ്കര മാലിക്കുദ്ദീനാർ ഖത്തീബും നായിം ഖാദിയുമായ അബ്ദുൽ മജീദ് ബാക്കവി അവർകളെ, ജമാഅത്തിൻ്റെ ഖത്തീബ് ഹാഫിൽ ഹാരിസ് ദാരിമി അവർകളെ, ഖുവത്തുൽ ഇസ്ലാം മദ്രസ അധ്യാപകരെ, ഇവിടെ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള അഹമ്മദ് ഹാജി അവർകളെ, സാമൂഹിക സാംസ്കാരിക മേഖലകളിലും രാഷ്ട്രീയ വ്യാവസായിക മേഖലകളിലും ദീനിൻ്റെ ഷിഹാറുകളായ പള്ളി, മദ്രസകൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിത്യാദികൾക്ക് അവിസ്മരണീയമായ കയ്യൊപ്പുകൾ ചാർത്തി ദീനീ സേവനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ, ഇവിടെ ആരംഭ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഖുവത്തുൽ ഇസ്ലാം മദ്രസ ഒരുക്കിയ മതവിജ്ഞാന മത്സരവേദിയിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത്. രാവിലെ തൊട്ട് ഈ സമയം വരെയും 7ാം ക്ലാസ് വരെയുള്ള ചെറിയ കുരുന്നു മക്കൾ പങ്കെടുത്ത ഈ വേദി 1 മണിക്കൂർ നേരത്തേക്ക് അവരിൽ നിന്നും കവർന്നെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിക്കാനുണ്ടായ കാരണം, ഞങ്ങൾക്ക് ചിലത് പറയുവാനുണ്ട്. അതായത് നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളോളം 10-15 വർഷങ്ങളോളം നിസ്കാരപ്പള്ളിയായി നിലനിരുന്ന ഒരു പള്ളി ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് പുനർനിർമ്മിക്കുകയും അതിൽ ജുമാ സ്ഥാപിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ. അതിൻ്റെ മധ്യത്തിലായി ഇവിടെ ഒരു മദ്രസ സ്ഥാപിച്ചു. 10ാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ അതിലുണ്ട്. എന്നാൽ ആദ്യം 5ാം ക്ലാസ് സ്ഥാപിച്ചു, പിന്നീട് 6 ആക്കി, പിന്നീട് 7 ആക്കി. എന്നാൽ 7 അങ്ങോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് വളരെ പ്രയാസം നേരിടുകയാണ്. ഈ നാട്ടിലെ തന്നെ കുട്ടികൾ, പഠിക്കാൻ താല്പര്യമുള്ളതും കുട്ടികളും അവരെ പഠിപ്പിക്കാൻ താല്പര്യമുള്ള രക്ഷിതാക്കളും ഒരുപാടുണ്ട്. ഇന്ന് 7ാം ക്ലാസ്സോളം വരുന്ന ഈ ക്ലാസ്സിൽ 100ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. വെറും 3 ഉസ്താദുമാരാണ് അവരെ നിയന്ത്രിക്കുന്നതും പഠിപ്പിക്കുന്നതും. ഇതന്നെ തികയാതെ വരികയാണ്. ഇതിൻ്റെ ഇടയിൽ ഓരോ വർഷവും 7ാം ക്ലാസ്സിൽ നിന്ന് പഠിത്തം പൂർത്തിയാക്കി പോകുന്ന വിദ്യാർത്ഥികൾ കരഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഞങ്ങൾക്ക് 10 വരെ പഠിക്കാനുള്ള സൗകര്യം ഈ നാട്ടിൽ തന്നെ ചെയ്തു തരണമെന്ന്. എങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ 10 വരെ പഠിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പെൺകുട്ടികളും മറ്റും ആയതുകൊണ്ട് ഇവിടെ നിന്ന് പഠിത്തം നിർത്തി തൊട്ടടുത്തുള്ള പരിസരങ്ങളിലേക്ക് വിദ്യാഭ്യാസം നേടുവാൻ ഞങ്ങളുടെ രക്ഷിതാക്കൾ ഞങ്ങളെ അയക്കുകയില്ല എന്ന വേദനാജനകമായ ഒരു കാര്യങ്ങളാണ് പോകുന്ന കുട്ടികളൊക്കെ പറഞ്ഞു പോകുന്നത്. പക്ഷേ ഈ മഹല്ലത്തിൽ വളരെ ചുരുങ്ങിയ അംഗസംഖ്യയുള്ള ഒരു 80 ചില്ലാനം വീടുകളാണ് സ്ഥിരമായി താമസമുള്ള വീട്ടുകാർ. അവരിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഇതിനെ നടത്തിക്കൊണ്ടു പോകാൻ വളരെയധികം പ്രയാസപ്പെടുകയാണ്. എന്നിരുന്നാലും
മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ അധാർമികതയിലേക്ക് വഴുതി വീഴുന്ന നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറയെ നമുക്ക് നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ നമ്മുടെ മുമ്പിൽ ഏകമായ ഒരു മാർഗം അവർക്ക് ദീനിയായ വിജ്ഞാനം നൽകുക എന്നുള്ളതാണ്. ചുരുങ്ങിയത് ഈ മഹല്ലത്തിലുള്ള കുട്ടികൾക്കെങ്കിലും ഒരു പ്രാഥമികമായ വിദ്യാഭ്യാസം ഒരു 10ാം ക്ലാസ് വരെ നൽകുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ആഗ്രഹവും നമ്മളുടെ ജമാഅത്തിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. ഈ ഉത്തരവാദിത്വം നിറവേറ്റണമെങ്കിൽ സന്മനസ്സുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ സാധ്യമല്ല. സാമ്പത്തികമായ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുകയാണ്. എന്നതിൻ്റെ പേരിൽ ജമാഅത്ത് ഒരു തീരുമാനത്തിലെത്തി. ഈ പള്ളിക്ക് ഒരു 6 സെൻറ്റ് സ്ഥലം വഖഫായി ലഭിച്ചിട്ടുള്ളത് നിലവിലുണ്ട്. പല പ്രാവശ്യം മജീദ് ഉസ്താദിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോയതാണ്. ആ സ്ഥലത്തിന് ഞങ്ങൾക്ക് വിറ്റ് കിട്ടുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അതിനൊന്നും വകുപ്പില്ല എന്ന് ഉസ്താദ് പറഞ്ഞു. നിങ്ങളെന്തെങ്കിലും വരുമാനത്തിൻ്റെ ഒരു മാർഗം ഉണ്ടായിക്കോളി. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ഉസ്താദിൻ്റെ വാക്ക് ഇന്ന് ഇൻഷാ അല്ലാഹ് പുലരുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് വിശ്വാസം. അള്ളാഹുവിൽ ഞങ്ങൾ ഭാരമേൽപ്പിക്കുന്നു ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു 2 നില കെട്ടിടമായി വാടകയ്ക്ക് നൽകുവാൻ വേണ്ടി 2 കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ളൊരു കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ജമാഅത്ത് തീരുമാനിച്ചു. അതിന് ബഹുമാനപ്പെട്ട GS അബ്ദുൽ അരിമി ഉസ്താദ് അവർകൾ കുറ്റിയടിക്കൽ കർമ്മവും നിർവഹിച്ചു. 6 മാസത്തിൻ്റെ ശേഷം അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. എങ്കിലും സാധാരണക്കാരായ ഞങ്ങളുടെ ഈ നാട്ടിലെ മഹല്ലത്തുകാർ അവരാൽ കഴിയുന്ന അത്ര സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു 5 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 25 ലക്ഷം രൂപയാണ് അതിന് ചിലവ് കണക്കാക്കുന്നത്. അപ്പോൾ ബാക്കി ഏകദേശം ഒരു 20 ലക്ഷത്തോളം രൂപ അതിനു വേണ്ടി കണ്ടെത്തേണ്ടതുണ്ട്. എങ്കിൽ ഞങ്ങൾക്ക് അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ നാട്ടിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അത് സാധിക്കണമെന്നുള്ള ആഗ്രഹത്താലാണ് ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവരുടെ സമക്ഷത്തിലേക്ക് ഞങ്ങളുടെ ഈ അഭ്യർത്ഥന അവതരിപ്പിക്കുകയാണ്. ഒരുപാട് സംഗതി സംസാരിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഇത് വളരെ സമയം കുറഞ്ഞ ഒരു വേദിയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ബഹുമാനത്തോടെ ഒരു മുത്തുനബിയോടുള്ള മുഹബ്ബത്തിൻ്റെ പേരിൽ സംസാരിക്കണമെന്ന് ഉസ്താദ് അവർകളെ പറഞ്ഞ് അദ്ദേഹത്തെ ക്ഷണിക്കുകയും വേദിയിലിരുത്തിക്കൊണ്ട് നാട്ടുകഥ പറയുന്ന ഒരു സദസ്സല്ല, അതിനുള്ള സമയവുമില്ല. അതുകൊണ്ട് വളരെ കാര്യവത്തായ കാര്യങ്ങൾ മാത്രമാണ് മുമ്പിൽ അവതരിപ്പിച്ചത്. അതിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും മനസ്സിലേക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന വിശ്വാസത്തോടുകൂടെ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വേദി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജമാഅത്തിൻ്റെ ഖത്തീബ് ഹാഫിള് ഹാരിസ് ദാരിമി ഉസ്താദ് അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.